ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? ഗണേഷ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ അനുഭവത്തെക്കുറിച്ചൊന്ന് പറയൂ. നിങ്ങളും ഇത്രയും കാലം ശ്രീമന്ദിർ സിറ്റിയിലാണുള്ളതല്ലേ? നിങ്ങളുടെ ഫീലിംഗ് എന്താണ്? നിങ്ങളുടെ ആത്മീക യാത്രയുടെ അനുഭവം എന്താണ് എന്ന് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. താങ്കൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് പഠിച്ച് അത് പ്രകാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷം. മാതാജി പറഞ്ഞ എല്ലാ കാര്യങ്ങളും അനുസരിച്ച് നടക്കുന്നുണ്ട്. എന്താ പറഞ്ഞത്? മാതാജി പറഞ്ഞു തന്ന എല്ലാ കാര്യങ്ങളും അനുസരിച്ച് നടക്കുന്നുണ്ട്. വളരെ സന്തോഷം, വളരെ സന്തോഷം. നിങ്ങൾക്കിപ്പോൾ ഈസിയായി തോന്നുന്നുണ്ടല്ലേ? നിങ്ങളൊരു ആത്മാവാണെന്ന ഫീലിംഗ് ഉണ്ടല്ലോ, അല്ലേ? മാതാജി ഇങ്ങനെ തന്നെ ഇരിക്കാൻ മാതാജി അനുഗ്രഹിക്കണം. എപ്പോഴും ജ്ഞാനദീക്ഷ സ്വീകരിച്ച് നല്ല അനുഭവം കിട്ടി. ഇനി പൂർണ്ണാഹുതി ചെയ്യണം. ബാംഗ്ലൂരിൽ വെച്ച് ഞാൻ നിങ്ങൾക്ക് ജ്ഞാനദീക്ഷ നൽകിയിരുന്നില്ലേ? ഗായത്രി, ഗണേഷ്, അപ്പോൾ മുതൽക്ക് തന്നെ, അതായത് ഇനീഷ്യേഷൻ സ്റ്റാർട്ടായി. ആ ജ്ഞാനത്താൽ ഞാൻ ശുദ്ധാത്മാവാണ് എന്ന ഒരു ബോധം ഉണ്ടായി കഴിഞ്ഞു. ഇതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്, ആത്മജ്ഞാനം. ഈ ലോകത്തിലെ ദുഃഖങ്ങളൊന്നും നിങ്ങളെ ടച്ച് ചെയ്യില്ല. എല്ലാം വിധിയുടെ വഴിയാണ്, ഒരേ വിധത്തിലുള്ള ജീവിതം. പക്ഷേ മനസ്സിനകത്ത് നമുക്കൊരുതരം സമാധാനം ഉണ്ടാവും. ഈ ഫീലിംഗ് നിങ്ങൾക്കില്ലേ? ഇനി എന്ത് സങ്കടം വന്നാലും അത് ഗണേഷിനെ വരൂ, ഞാൻ ശുദ്ധാത്മാവാണെന്ന് കരുതി സെപ്പറേറ്റ് ആവുന്നു, അല്ലേ? മാനസിക സന്തോഷം അനുഭവപ്പെടും. ആദ്യമുണ്ടായിരുന്ന ബാധിപ്പുകളൊന്നും ഇനി അങ്ങോട്ട് ഉണ്ടാവില്ല. നിങ്ങളുടെ ഓഫീസിൽ ഓഫീസർ നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞ് ശകാരിച്ചാലും ആരെയാണ് പറയുന്നത്? ഞാൻ ആരാണ്? ഇയാൾ ഗണേഷിനെ അല്ല പറയുന്നത്, എന്നെ അല്ല. അങ്ങനെ തോന്നുന്നില്ലേ? ഉണ്ട്. വളരെ സന്തോഷം. ഈ സ്ഥിതിയിൽ നിങ്ങൾക്ക് നല്ല സമാധാനമുണ്ടാവും. അതെ, വളരെ സന്തോഷം. മനസ്സിൽ നല്ല തോന്നലുകൾ ഉണ്ടാവാൻ തുടങ്ങും. ഈ റിട്ടയർഡ് ലൈഫ് നന്നായിരിക്കണം. കഴിഞ്ഞുപോയ ദിവസങ്ങൾ, അതായത് കഴിഞ്ഞുപോയ ജീവിതം, വയസ്സ് എല്ലാം ആത്മാവിനകത്ത് ഉണ്ടായിരിക്കണം. അതേ വകയിൽ മരണം ഏർപ്പെട്ടാലും അത് മഹോത്സവമായിരിക്കും. ആ മഹോത്സവം എങ്ങനെയാണെന്ന് കണ്ടിരിക്കുമല്ലോ, അല്ലേ? ഉണ്ട്. ആ, കണ്ടിട്ടുണ്ടല്ലേ? മൃത്യു ഏർപ്പെടുന്നില്ല ആർക്കും, വീട്ടിലുള്ളവർക്ക് പോലും സംഭവിക്കുന്നില്ല. അതും സ്വന്തം ശരീരത്തെ ഉപേക്ഷിച്ച് ആത്മാവിൽ വസിക്കുന്നു. ഇവിടെ സത്യം ധർമ്മമേ ഉള്ളൂ. ആ, സത്യം മാത്രം. സത്യം തന്നെയാണ്. സത്യത്തിൽ നടക്കുന്നവരുടെ മനസ്സിലുള്ള തോന്നൽ ഇങ്ങനെയായിരിക്കും. സത്യത്തിന്റെ പവർ ഈ സ്ഥലത്ത് നിന്ന് പോയാൽ കലിയുഗത്തിൽ കുടുങ്ങുന്ന പോലെ തോന്നാൻ തുടങ്ങും. ഇവിടെ വന്നാൽ അതിന്റെ വിലമതിപ്പ് ഒന്ന് വേറെ തന്നെയാണ്. ഇവിടെ ആരെങ്കിലും ആരുടെ കൂടെയെങ്കിലും വഴക്കിടുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല. ആരെങ്കിലും ഒച്ച വെച്ച് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഒന്നുമില്ല. ഇവിടെ എത്രയോ ജനങ്ങളുണ്ട്. എല്ലാവരും സ്നേഹമായിട്ടിരിക്കുന്നു. അതെ, സ്നേഹത്തോടെ ഇരിക്കുന്നു. എല്ലാവരും ശുദ്ധാത്മാവിനെ കാണുന്നു. എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരവും ചെയ്യുന്നു. ഇവിടെ ഡിഫറൻസേ ഇല്ല, സമമാണ് എല്ലാവരും. എല്ലാവരും തുല്യം. ശുദ്ധാത്മാക്കളിൽ ഭേദങ്ങളില്ല. ലോകത്തിലുള്ള എല്ലാവർക്കും ഇതുപോലെ ഒരു കൂട്ടായ്മയുണ്ടായാൽ പൂർണ്ണാഹുതി ഉണ്ടാകുന്നു. അതായത് ഭഗവാനെ സംബന്ധിച്ച ഈ ലോകത്തുള്ളതെല്ലാം ഒന്ന് തന്നെയാണ്. അതിൽ യാതൊരുവിധ ഭാവഭേദങ്ങളുമില്ല. ഇവർക്ക് തത്വത്തിന്റെ കാഴ്ചപ്പാടിലൂടെ അത് പ്രാപ്തമായിരിക്കുകയാണ്. ഈ ലോകത്തിലുള്ളവരെല്ലാം നല്ലവരാണെന്ന് കരുതുന്നു, ആരെയും കുറ്റക്കാരാണെന്ന് കരുതുന്നില്ല. ഭഗവാന്റെ കാഴ്ചപ്പാട് എങ്ങനെയായിരുന്നു? ഈ ലോകത്തിൽ എല്ലാവരെയും, എല്ലാ മനുഷ്യനും, ഓരോ ജീവജാലങ്ങളും നല്ലവരാണെന്ന് വിചാരിച്ചാൽ ആരും കുറ്റക്കാരാണെന്ന് തോന്നില്ല. അവരെ ആര് വഴക്ക് പറഞ്ഞാലും അഥവാ അടിച്ചാലും എന്തൊക്കെ കഷ്ടപ്പാടുകൾ കൊടുത്താലും ശരി, മഹാവീർ ഭഗവാനെ പറ്റിയ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിന് എന്തൊക്കെ കഷ്ടപ്പാടുകൾ ഉണ്ടായി, എന്തൊക്കെ ദുഃഖങ്ങൾ ഉണ്ടായപ്പോഴും
ആ ദുഃഖങ്ങൾ ഉണ്ടാക്കിയവർ തെറ്റ് ചെയ്തു എന്ന് അദ്ദേഹത്തിന് തോന്നിയിരുന്നില്ല. തെറ്റുകാരാണെന്ന് തോന്നിയതേയില്ല. കല്ലെറിഞ്ഞവർ പോലും തെറ്റുകാരാണെന്ന് അദ്ദേഹം വിചാരിച്ചില്ല. ഇപ്പോൾ നിങ്ങൾക്കും അതേ ജ്ഞാനമാണ് കിട്ടിയിരിക്കുന്നത്. ഇതേപോലെ തന്നെ മുന്നോട്ട് പോവുക. എല്ലാം ആത്മാവാണ്, ശുദ്ധാത്മാവാണ്. എല്ലാവരുടെ അടുത്തും ഭഗവാൻ ഉണ്ട്. എന്തിനാ മറ്റൊരാളെ കുറ്റക്കാരായി കാണുന്നത്? എന്തിന് തെറ്റായി ചിന്തിക്കണം? ഇങ്ങനെ നോക്കുമ്പോൾ നാമാണ് കുറ്റക്കാർ എന്ന തോന്നലുണ്ടാവും. നമ്മുടെ കാഴ്ചപ്പാട് വൃത്തിഹീനമായി തോന്നും. മനോഹരമായ കാഴ്ചപ്പാടിൽ എല്ലാം മനോഹരമായി കാണപ്പെടും. നിർമ്മലമായ കാഴ്ചപ്പാടിന് എല്ലാം നിർമ്മലമായി കാണും. എല്ലാവരുടെ ഉള്ളിലും ആത്മാവുണ്ട്, അതായത് ശുദ്ധാത്മാവ്. ഇനി ഈ ഒരു ഭാവന മാത്രമേ ഉണ്ടാകാവൂ. എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ സുഖം എല്ലാ മനുഷ്യരാശിക്കും അനുഭവിക്കാൻ സാധിക്കണം. ഈ ഭാവനാശക്തി ഉണ്ടാവണം. ഈ ഭാവനാശക്തി സഹായകമായിരിക്കും. ഞാനും ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഭാവനാശക്തിയോടെ ഇരിക്കണമെന്ന് ദാദാജി പറഞ്ഞു തന്നു. അദ്ദേഹം പറഞ്ഞു തന്നതുപോലെ ഞാനും ചെയ്യാൻ ആരംഭിച്ചു. ഭാവനാശക്തിയോടെ ഇരിക്കണം. എങ്ങനെയാണ് ജനങ്ങൾക്ക്, അതായത് നമുക്ക് ഈ ജ്ഞാനം കൊണ്ട് എങ്ങനെയുള്ള നല്ല അനുഭവങ്ങൾ ലഭിക്കുന്നോ അത് അവർക്കും ഉണ്ടാവണം. ഫ്രിഡ്ജിനെ പോലെ തണുപ്പുള്ള ഒരു ചുറ്റുപാട് ഉണ്ടാവുന്നു. ഇതെപ്പോഴും ഹൃദയത്തിനകത്തുണ്ടാവും. സത്യത്തിൽ നമ്മൾ ഒരല്പം പോലും കഷ്ടപ്പെട്ടേയില്ല. ഈ ജ്ഞാനദീക്ഷ വെറും 2 മണിക്കൂർ കൊണ്ടാണ് ലഭ്യമാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവയെല്ലാം താനേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഷ്ടപ്പെടാതെ ഒന്നും ചെയ്യാതെ കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കണം. ഈ ആത്മജ്ഞാനം വളരെ ഈസിയായി ലഭിക്കണം എന്ന് നാം ആഗ്രഹിക്കുന്നു. എല്ലാവിധത്തിലുള്ള ദുഃഖങ്ങളിൽ നിന്നും മുക്തി പ്രാപ്തമാവും. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇതെല്ലാവർക്കും ലഭ്യമാക്കിക്കൂടാ എന്ന് നാം കരുതും. ഇത് എത്ര എളുപ്പത്തിലാണ് ലഭിക്കുന്നത്. ലോക സമസ്ത സുഖിനോ ഭവന്തു. ആ, സത്യമാണ്. നല്ല സങ്കല്പങ്ങൾ ഉണ്ടാവണം. അത് ഉടുപ്പിയിലോ അല്ലെങ്കിൽ കർണാടകയിലോ വേറെ എല്ലാ സ്ഥലങ്ങളിലും പ്രാപ്തമാകണം. ബാംഗ്ലൂർ വരെ ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ മാതാജിയോട് അന്നേ ചോദിച്ചു. മാതാജി പറഞ്ഞതുപോലെ ഇന്നേ വരെ ഞാൻ നടന്നിട്ടുണ്ട്. ഇതുപോലത്തെ ശക്തി എനിക്ക് ഇനിയും മാതാജി തന്നെ നൽകണം. അതെ, ഓർമ്മയുണ്ട്. നടക്കും. നിങ്ങളുടെ സങ്കല്പപ്രകാരം തന്നെ നടക്കും. മാതാജി, എനിക്ക് അങ്ങയുടെ ഒരു ഫോട്ടോ വേണം. ഫോട്ടോ വീട്ടിൽ വെക്കാനാ. എൻ്റെ അടുത്ത് പോലും എൻ്റെ ഒരു ഫോട്ടോ ഇല്ല. നിങ്ങൾ മനസ്സിൽ എന്നെ ധ്യാനിച്ചാൽ മതി. അതെന്നേക്കും അനശ്വരമായി എപ്പോഴും നിലനിൽക്കും. അതുകൊണ്ട് മാതാജി. പിന്നെ എന്താ, മതിയല്ലോ. മതി. TV-യിൽ എന്നെ ദിവസവും കാണാമല്ലോ. ജയ് സച്ചിദാനന്ദം. ആ, പറഞ്ഞോളൂ സഹോദരി. എന്റെ വിനീതമായ നമസ്കാരം. ഞാൻ എൻ്റെ അനുഭവം പറയാം. താങ്കൾ 24 മണിക്കൂറും എൻ്റെ കൂടെ ഉള്ളതുപോലെ തോന്നുന്നു. വളരെ ആം, സന്തോഷം. എൻ്റെ മനസ്സിലുള്ള എല്ലാവരും താങ്കളാണെന്ന് എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നന്നായി. അപ്പോൾ ഇവിടെ നല്ല ആൾക്കാർ അധികമായിക്കൊണ്ടിരിക്കുകയാണല്ലേ? താങ്കൾ എന്നോട് എന്തുമാത്രം സ്നേഹം കാണിക്കുന്നുണ്ടോ അതുപോലെ മറ്റുള്ളവർ എന്നോട് സന്തോഷത്തോടെയാണ് പെരുമാറുന്നത്. വളരെ സന്തോഷം. എൻ്റെ മനസ്സിന് വളരെ സന്തോഷമുണ്ട്. ഗായത്രിക്ക് മലയാളം നന്നായി സംസാരിക്കാൻ അറിയില്ല. അതുകൊണ്ട് വികാരങ്ങളൊക്കെ അടക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ സംസാരിക്കുന്ന മലയാളം കറക്റ്റ് തന്നെയാണ്, തെറ്റൊന്നുമില്ല. സംസാരിച്ചുകൊണ്ടിരുന്നാൽ ശുദ്ധ മലയാളം താനേ വന്നോളും. മാതാജി, എനിക്ക് താങ്കളുടെ അനുഗ്രഹം വേണം. എന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ട്. ശുദ്ധ മലയാളം നിങ്ങൾ പഠിക്കും, ഭർത്താവും ശുദ്ധ മലയാളം പഠിക്കട്ടെ. രണ്ടുപേരെയും ഞാൻ അനുഗ്രഹിക്കുന്നു. ഞാനിപ്പോൾ എൻ്റെ നന്ദി എല്ലാവരെയും അറിയിക്കുകയാണ്. നന്ദി. എല്ലാവർക്കും നന്ദി പറയുന്നു. അവർക്ക് വേണ്ടി എല്ലാവരും കൈതട്ടും. തട്ടിക്കോളൂ. ജയ് സച്ചിദാനന്ദം. ജയ് സച്ചിദാനന്ദ. നിങ്ങൾക്കെല്ലാം വിലമതിപ്പ് കൂടിയിട്ടുള്ളത് ശ്രദ്ധിച്ചോ? എല്ലാരും നിങ്ങളെ പുകഴ്ത്തുന്നു. എന്തു പറയുന്നു? ജയ് സച്ചിദാനന്ദം. പറയൂ. 4 ദിവസം മുമ്പ് ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ ഗായത്രിയും ഗണേശനും വന്നിരുന്നു വീട്ടിലേക്ക്. എനിക്ക് എന്തോ അലർജി ഉണ്ടായതുകൊണ്ട് ഡോക്ടറിൻ്റെ അവിൽ സിറപ്പ് കഴിച്ച് ഉറക്കം വന്നുപോയി. അപ്പോൾ
ഗായത്രി മാതാജിയെക്കുറിച്ച് വളരെ പുകഴ്ത്തി സംസാരിക്കുകയായിരുന്നു. ഞാൻ വല്ലാതെ ഉറക്കം വന്നുകൊണ്ട് വീട്ടിൽ കിടന്നുറങ്ങി. അപ്പോൾ ആ മാതാജിയെ നാരായണനാക്കി പുകഴ്ത്തിക്കൊണ്ട് പാടുകയായിരുന്നു ഗായത്രി. ഞാൻ വല്ലാതെ ഉറക്കത്തിലായിരുന്നെങ്കിലും ആരാണ് ഇത്ര ഭാവത്തോടെ പാടുന്നതെന്ന് അറിയാതെ ഞാൻ പെട്ടെന്ന് ഉണർന്നു പോയി ഉറക്കത്തിൽ നിന്ന്. അത് എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ ഇത്രയും സ്തുതി ഭാവത്തോടെ പാടുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അതുകൊണ്ട് സമയമുണ്ടെങ്കിൽ ഗായത്രി അത് ഒന്നുകൂടി പാടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുന്നു. എൻ്റെ ഒരു റിക്വസ്റ്റാണത്. ജയ് സച്ചിദാനന്ദം. അവരേത് ഭാഷയിലാണ് പാടുന്നതെന്ന് നോക്കട്ടെ. അവർ പാടുന്നത് തീർച്ചയായും എല്ലാവർക്കും മനസ്സിലാവും. എനിക്ക് ശക്തി തരണം മാതാജി. ആ, തീർച്ചയായും. വിനായക 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 വിശ്വതാര വിനായക 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 വിശ്വതാര വിനായക. അനാഥരക്ഷക ആനന്ദദായക അനാഥരക്ഷക ആനന്ദദായക ഉമാമഹേശ്വര ഹേ പ്രിയനന്ദന ഉമാമഹേശ്വര ഹേ പ്രിയനന്ദന വിനായക 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 വിശ്വതാര വിനായക വിശ്വതാര വിനായക സിദ്ധിവിനായക ഭവഭയഹരണ സിദ്ധിവിനായക ഭവഭയഹരണ സുരമുനിവന്ദിത ശ്രീഗണേശ സുരമുനിവന്ദിത ശ്രീഗണേശ വിനായക 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 വിശ്വതാര വിനായക വിശ്വതാര വിനായക 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 വിനായക. വളരെ നന്നായിരുന്നു. മാതാജി, താങ്കളാണ് യഥാർത്ഥ ദൈവം, സാക്ഷാൽ സരസ്വതി. മാതാജി, ഒരു പാട്ടും കൂടി പാടട്ടെ? ആ, പാടിക്കോളൂ. ഇതുപോലെ തന്നെ പാടണം കേട്ടോ. അമ്മേ ജഗദീശ്വരി ദുർഗേ പരമേശ്വരി അമ്മേ ദേവി ദേവി ജഗദീശ്വരി ദുർഗേ പരമേശ്വരി അമ്മേ ദേവി അമ്മേ ദേവി ഓ ദിവ്യമൂർത്തി അമ്മേ ദേവി ഓ ദിവ്യമൂർത്തി ലോകത്തെ നയിക്കുന്ന ദേവി നിന്റെ ചരണങ്ങൾ നമിക്കുന്നു ദേവി ലോകത്തെ നയിക്കുന്ന ദേവി നിന്റെ ചരണങ്ങൾ നമിക്കുന്നു ദേവി കൃപ നൽകേണമേ ശരണം തേടുന്നു ഞാൻ അമ്മേ ദേവി കൃപ നൽകേണമേ ശരണം തേടുന്നു ഞാൻ അമ്മേ ദേവി
എനിക്കെന്നെന്നും തുണ നീയേ ദേവി, എനിക്കെന്നെന്നും തുണ നീയേ ദേവി. ദേവി ജഗദീശ്വരി, ദുർഗെ പരമേശ്വരി, അമ്മേ ദേവി, അമ്മേ ദേവി, ഓ ദിവ്യമാതേ, അമ്മേ ദേവി, ഓ ദിവ്യമാതേ. ഈ ലോകമായകളെല്ലാം എന്നെ വലയ്ക്കുന്നു, തുണയേകൂ ദേവി. ഈ ലോകമായകളെല്ലാം എന്നെ വലയ്ക്കുന്നു, തുണയേകൂ ദേവി. കൃപ നൽകണമേ, ശരണം തേടുന്നു ഞാൻ, അമ്മേ ദേവി. കൃപ നൽകണമേ, ശരണം തേടുന്നു ഞാൻ, അമ്മേ ദേവി, അമ്മേ ദേവി, ഓ ദിവ്യമാതേ, അമ്മേ ദേവി, ഓ ദിവ്യമാതേ. ദേവി ജഗദീശ്വരി, ദുർഗെ പരമേശ്വരി, അമ്മേ ദേവി, അമ്മേ ദേവി, ഓ ദിവ്യമാതേ, അമ്മേ ദേവി, ഓ ദിവ്യമാതേ. കലിയുഗമായകളെല്ലാം എന്നെ വലയ്ക്കുന്നു, തുണ നൽകൂ ദേവി. കലിയുഗമായകളെല്ലാം എന്നെ വലയ്ക്കുന്നു, തുണ നൽകൂ ദേവി. കൃപ നൽകണമേ, ശരണം തേടുന്നു ഞാൻ, അമ്മേ ദേവി. കൃപ നൽകണമേ, ശരണം തേടുന്നു ഞാൻ, അമ്മേ ദേവി, അമ്മേ ദേവി, ഓ ദിവ്യമാതേ, അമ്മേ ദേവി, ഓ ദിവ്യമാതേ. ദേവി ജഗദീശ്വരി, ദുർഗെ പരമേശ്വരി, അമ്മേ ദേവി, അമ്മേ ദേവി, ഓ ദിവ്യമാതേ, അമ്മേ ദേവി, ഓ ദിവ്യമാതേ. ജയ് സച്ചിദാനന്ദം. ജയ് സച്ചിദാനന്ദ. മാതാജിയുടെ അനുഗ്രഹമാണ്. പണ്ടൊക്കെ ഞാൻ മാത്രമേ ഉള്ളൂ പി സുശീലയെ പോലെ പാടാനുള്ളത് എന്ന് ഞാൻ കരുതാറുണ്ടായിരുന്നു. ഇന്ന് മറ്റൊരു സുശീലയും ഇവിടെ വന്നിരിക്കുന്നു. നാം നമ്മുടേതായ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലർക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ചിലർക്ക് പ്രശ്നങ്ങൾ വളരെ കുറവായിരിക്കും. ആക്ച്വലി ഇതൊക്കെ ഈ ജന്മത്തിന്റെ ഫലമാണോ, കഴിഞ്ഞ ജന്മത്തിന്റെ ഫലമാണോ, അല്ലെങ്കിൽ കർമ്മദോഷത്തിന്റെ ഫലമാണോ എന്ന് പറയാമോ? ഇത് കഴിഞ്ഞുപോയ ജന്മത്തിന്റെ ഫലമാണ്. എല്ലാമോ? ഉം. നമുക്ക് സംഭവിക്കുന്ന എല്ലാം കഴിഞ്ഞ ജന്മത്തിന്റെ അതെ. ഫലമാണോ? വ്യക്തമാക്കി അതെ. തരണം മാതാജി. നമ്മുടെ ജനനം മുതൽ മരണം വരെ കണ്ണുകൊണ്ട് കാണാത്ത, നമ്മുടെ അനുഭവം കൊണ്ട് അറിയുന്ന 5 സെൻസസ് ഉള്ളത് വരെ എല്ലാറ്റിനും കഴിഞ്ഞ ജന്മത്തിൽ ചാർജായ കർമ്മദോഷത്തിന്റെ ഡിസ്ചാർജായ ഫലമാണ്. നല്ല കാര്യങ്ങളും ചെയ്യുന്നു, മോശമായ കാര്യങ്ങളും ചെയ്യുന്നു. അതിന്റെ ഫലം അടുത്ത ജന്മത്തിൽ ഉണ്ടാവുമോ? ഉവ്വ്, കർമ്മദോഷം, പ്രവൃത്തികളെ കർമ്മദോഷം എന്ന് പറയാറില്ല. നോട്ട് ഇൻ ആക്ഷൻ. നാം ആരെങ്കിലും അതായത് നല്ലത് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ മോശമായത് ചെയ്യുകയാണെങ്കിൽ അഥവാ ദുഃഖമുണ്ടാക്കിയാൽ നമ്മുടെ പ്രവൃത്തി കാരണം മറ്റുള്ളവർക്കുണ്ടായ ദുഃഖത്തിന്റെ ഫലം അടുത്ത ജന്മത്തിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരുമോ? നിങ്ങൾ എങ്ങനെയുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ ചെയ്തത്? നല്ലതോ അതോ മോശമായതോ? സൽപ്രവൃത്തിയോ ദുഷ്പ്രവൃത്തിയോ? നിങ്ങൾ ആ പ്രവൃത്തി ചെയ്തപ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് എന്തെങ്കിലും ഇന്റൻഷൻ ഉണ്ടായിരുന്നോ? ഭാവന എന്തായിരുന്നു? അതിന്റെ ആധാരത്തിലാണ് ചാർജ് ആവുന്നത്. കർമ്മദോഷം ചാർജായേ പറ്റൂ. പക്ഷേ ഇന്റൻഷൻ അപ്പോൾ നാം വർത്തമാനകാലത്തിൽ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും ഇപ്പോൾ ഫലമുണ്ടാവില്ല അല്ലേ? വർത്തമാനകാലത്തെ നിങ്ങളുടെ പ്രവൃത്തി എന്തായാലും അത് നന്നായി ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ
അതിന്റെ ഫലം എന്തായിരിക്കുമെന്നാൽ ഇപ്പോൾ ചെയ്ത ഒരു പ്രവൃത്തി അതിന്റെ ഫലം ഇപ്പോൾ തന്നെ അനുഭവിക്കുന്നതായിരിക്കും. നിങ്ങൾ ഇപ്പോൾ എന്തോ ദാനം ചെയ്യുന്നു എന്ന് കരുതുക. $1,00,000 മറ്റോ ഒരു അമ്പലത്തിനോ അതോ മറ്റെങ്ങോട്ടെങ്കിലും ദാനമായി കൊടുക്കുന്നു. അതൊരു ക്രിയയാണ്. നിങ്ങൾ പണം കൊടുത്തിരിക്കുന്നു. കഴിഞ്ഞ ജന്മത്തിലെ അതിന്റെ വില എന്തായിരിക്കും? ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് പണം കൊടുക്കണം എന്നതാണ്. ആ ഭാവന പ്രകാരം നിങ്ങൾക്ക് $1,00,000 ദാനം ചെയ്യാൻ സാധിച്ചു. നിങ്ങൾ കൊടുത്ത ഈ ദാനമില്ലേ, അതും ഒരു എഫക്റ്റാണ്. അത് കാണാനാവുന്നില്ലേ? വിസിബിൾ ഫോമിൽ ഇറ്റ് കെയിം ഇൻ ടു ആക്ഷൻ. കർമ്മദോഷത്തിന്റെ ഫലം. കൂടാതെ ഈ എഫക്റ്റിനും ഒരു എഫക്റ്റ് ഉണ്ടാവുന്നു. അത് ഈ ജന്മത്തിൽ തന്നെ ഉണ്ടാവുന്നു. അതായത് ജനങ്ങൾ നിങ്ങളെ വളരെയധികം പുകഴ്ത്തി പറയുന്നു. കീർത്തിയും ഇഷ്ടം പോലെ കിട്ടും. നിങ്ങൾക്കൊരു നെയിം പ്ലേറ്റ് ഉണ്ടാവും. അതിൽ നിങ്ങളുടെ പേരുണ്ടാവും. ഇത്ര ദാനം ചെയ്തു എന്ന് എഴുതിയിരിക്കും. ഇതുപോലെ വർത്തമാനകാലത്തിൽ തന്നെ നിങ്ങൾക്ക് ദാനത്തിന്റെ ഫലം സിദ്ധിക്കുന്നതാണ്. അത് ഈ ജന്മത്തിൻ്റെതാണ്. ഈ ജന്മത്തിൽ തന്നെ അതിനുള്ള ഫലം കിട്ടി. എത്രയോ പേർക്ക് എല്ലാ കാര്യങ്ങളും സക്സസ് ആയി കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതായത് എന്ത് കാര്യം ചെയ്താലും അത് അവർക്ക് സക്സസ് ആവും. എന്നാൽ ചിലർക്ക് എത്ര തന്നെ കഷ്ടപ്പെട്ടാലും സക്സസ് ഉണ്ടാവുന്നില്ല. ഇത് കഴിഞ്ഞ ജന്മത്തിന്റെ ഫലമാണോ മാതാജി? അതെ, കഴിഞ്ഞ ജന്മത്തിൽ എല്ലാം കഴിഞ്ഞ ജന്മത്തിന്റെ ഫലമാണോ? അങ്ങനെയാണെങ്കിൽ നാം ആർക്കെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ ഉടനെ അതിന്റെ ഫലം നമുക്ക് കിട്ടില്ലേ? നല്ലത് നടക്കില്ലേ മാതാജി? അതിന്റെ പിന്നിൽ പുണ്യപ്രവർത്തികളുടെ ക്രിയകളുണ്ട്. പുണ്യകാര്യങ്ങളും കൂടി ഉണ്ടാവണം. ആ സമയത്ത് നിങ്ങൾ എന്തൊരു കാര്യം ചെയ്താലും അത് സക്സസ് ആവുന്നില്ല. സപ്പോസ് നാം ഒരാളോട് സംസാരിക്കുമ്പോൾ നന്നായി സംസാരിക്കാതെ വളരെ റൂഡായി സംസാരിച്ചാലും നല്ല വാക്കുകൾ ഉപയോഗിക്കാതിരുന്നാലും അവർക്ക് എല്ലാ കാര്യങ്ങളും സക്സസ് ആവുന്നുണ്ടല്ലോ. നല്ല ഉദ്ദേശമില്ലാത്തവർക്ക് പോലും എല്ലാറ്റിലും സക്സസ് ഉണ്ടാവുന്നുണ്ടല്ലോ. അതെന്തുകൊണ്ടാണ്? അതിനും ഇതിനും യാതൊരു സംബന്ധവുമില്ല. തെറ്റ് ചെയ്താൽ പോലും അവർക്ക് എല്ലാം സക്സസ് ആവുന്നുണ്ടല്ലോ. അതും കഴിഞ്ഞ ജന്മത്തിന്റെ ഫലമാണോ? റൗഡികളൊക്കെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? അവർക്കൊക്കെ ഇതുപോലെ ഒരു ജന്മം കർമ്മദോഷമാണോ? കഴിഞ്ഞ ജന്മത്തിൽ നല്ല ചെയ്തിട്ടുണ്ടാവോ? അതുകൊണ്ടാണ് അവരുടെ പക്കൽ ഇപ്പോൾ കൂടുതൽ പണമുള്ളത്. തൗസൻഡ്സ് ആൻഡ് ക്രോർസ് ഓഫ് ഡോളേഴ്സ് അവരുടെ പക്കലുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരൊക്കെ കഴിഞ്ഞ ജന്മത്തിൽ നന്നായിരിക്കണമെന്ന് കരുതി ഈ ജന്മത്തിൽ ഇങ്ങനെയായിരിക്കുകയാണോ? അടുത്ത ജന്മത്തിൽ നല്ലവരായിരിക്കാൻ അവർക്ക് സാധിക്കുമോ? നിങ്ങൾ നല്ലത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും മനസ്സിൽ ശാന്തി ഉണ്ടാവുന്നില്ലേ? തെറ്റ് ചെയ്താൽ സമാധാനം ഉണ്ടാവുന്നുണ്ടോ നിങ്ങൾക്ക്? മരണത്തിന് ശേഷം സ്വർഗവും നരകവും കിട്ടുമെന്ന് പറയുന്നത് സത്യമാണോ? സത്യത്തിൽ സ്വർഗമുണ്ടോ? 100% ഉണ്ട്. അപ്പോൾ തീർച്ചയായും ഈ പറയുന്നതെല്ലാം വെറുതെ അല്ല അല്ലേ? വാസ്തവത്തിൽ അതെ, സ്വർഗമുണ്ടല്ലേ? വാസ്തവമായിട്ടും ഉണ്ട്. മനസ്സിലായോ? നന്ദി മാതാജി.